ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ അതാണ്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 7-ാം തീയതി രാത്രിയിലത്തെ വീഡിയോ ആണിത്. നമ്മൾ 7-ാം തീയതി രാത്രി ഒരു 10 മണി 10:30 വെച്ച് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇത് കൊണ്ടുപോകാനുള്ള അലുവ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പിന്നെ നമുക്ക് പോകുന്ന വഴി കഴിക്കാനുള്ള ഫുഡ്, പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് പച്ചമീനും ബീഫും ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇപ്പം പാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ റെഡിയായി കഴിഞ്ഞു, ഈ അച്ഛനും അമ്മയും റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങും. കുഞ്ഞും ഓൾറെഡി റെഡിയായിട്ട് നിൽക്കുക. 10:30 മുന്നേ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. 8-ാം തീയതി വെളുപ്പിന് 4:45 ആകുമ്പോഴായിരുന്നു ഫ്ലൈറ്റ്. അപ്പം നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു സമയമാണല്ലോ. സാധാരണ ഞങ്ങൾ എപ്പോഴും തിരുവനന്തപുരത്ത് നിന്നാണ് എടുക്കുന്നത്. ഇതിപ്പോൾ കൊച്ചിയിൽ നിന്ന് എടുത്തത്. എൻ്റെ കൂടെ അവിടെ ഒരു ചേട്ടനുണ്ട്, നമ്മുടെ കൂടെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് കൂടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ചേട്ടൻ ഇവിടുന്ന് ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ അങ്ങ് എടുത്തതാണ് ആ ടിക്കറ്റും. തിരിച്ച് പോകുന്ന റിട്ടേൺ ടിക്കറ്റും കൂടെ നേരത്തെ തന്നെ അങ്ങ് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി താണ്ടെ അപ്പയെടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകാം കേട്ടോ. പിന്നീട് രാത്രി ആയതുകൊണ്ട് നമുക്കിപ്പോൾ റോഡ് പണി ഇത് പണി നടക്കുവാണല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴേ ഇറങ്ങണ്ടായിരുന്നു. ഒരു 11 മണി കഴിഞ്ഞ ആ സമയത്ത് ഇറങ്ങിയാൽ മതിയായിരുന്നു. നമുക്കറിയത്തില്ലല്ലോ ഈ റോഡ് പണിയൊക്കെ നടക്കുവാണെങ്കിൽ വല്ലതും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. എന്നെ വിളിക്കാനായിട്ട് വന്ന സമയത്ത് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ അതനുസരിച്ചിട്ട് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഞാൻ നാട്ടിലോട്ട് വന്നതും കൊച്ചി വഴിയാണ്. അപ്പോൾ അന്ന് നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ നേരത്തെ അങ്ങ് ഇറങ്ങുന്നത്. പക്ഷേ രാത്രി ആയതുകൊണ്ട് വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്ന് രാത്രി അധികം പണിയൊന്നും ഇല്ലായിരിക്കും റോഡിൻ്റെ, അതുകൊണ്ട് വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിലെത്തി. അതിന് തൊട്ട് മുന്നേ നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വണ്ടി ഒന്ന് നിർത്തിയായിരുന്നു കേട്ടോ. ചായ കുടിക്കാനും അങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വണ്ടി നിർത്തിയായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് വളരെ പയ്യാണ് നമ്മൾ വണ്ടി ഓട്ടിച്ച് വന്നതും. പിന്നെ ഈ ഒരു ടൈമിൽ ഇറങ്ങിയത് കൊണ്ടാണ് നമുക്ക് ശിച്ച് നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിൽ വന്നത്. എൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടനൊക്കെ കുറച്ചും കൂടെ നേരത്തെ വന്നു കേട്ടോ. അവർ കുറച്ചും കൂടെ മുമ്പേ ഇറങ്ങിയതുകൊണ്ട് അവർ ഇച്ചിരി കൂടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ആ ഒരു കയറി വരുന്ന എൻട്രൻസിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ അവർ ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിലിരുന്നൊരു ഇച്ചിരിയൊക്കെയൊന്ന് മയങ്ങി കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് മയങ്ങിയായിരുന്നു. പിന്നെ കുഞ്ഞാണെങ്കിൽ അങ്ങനെ ഉറങ്ങിയതൊന്നുമില്ല. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് തിരിച്ച് പോകുന്നതിൻ്റെ ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും തിരിച്ചു പോകുന്നതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു വിഷമമാക്ക്. ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴി മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയെ കൊണ്ടുവിട്ടിട്ട് നമുക്കങ്ങനെ തിരിച്ച് പോകാം എന്നാണ് കേട്ടോ ആൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ നേരവും. അമ്മ പോട്ടെ, നമുക്ക് അമ്മയെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് ഞാനങ്ങ് അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെയും കൂടെ പോകും എന്നൊക്കെ പറഞ്ഞ ആൾ അമ്മയുടെ തോളയിൽ ഇങ്ങനെ കയറി ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു രാത്രി ടൈം ആയതുകൊണ്ട് തന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും ഈ ഒരിടത്ത് ഇരിക്കുന്ന കാര്യം മാത്രം അവൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഈർച്ചകേടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൂപ്പനും മോളും കൂടെ ആ ഒരു ബാഗൊക്കെ വെക്കുന്ന അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിക്കളിയും അതും ഇതും എല്ലാം ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ അകത്ത് കയറാം. കാര്യം ഞാൻ അകത്ത് കയറി ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും കൂടെ അങ്ങ് പോകാമല്ലോ. അവരും ഇനി ഇത്രയും നേരം വണ്ടിയിലിരുന്ന് തിരിച്ച് വീട് വരെ എത്തണ്ടേ. അപ്പം ടൈം ആയതൊന്നും ഇല്ലായിരുന്നു. ഒരു 3 മണിക്കകത്ത് വെച്ചിട്ട് ഞാൻ അകത്ത് കയറിയെന്ന് തോന്നുന്നു. ഒരു മണിക്കൂറോളം പുറത്തിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ കുറേ നേരം ഇരുന്നിട്ട് അവിടെ ഭയങ്കര കൊതുകടിയായിരുന്നു, ഇരിക്കാൻ വയ്യായിരുന്നു. പിന്നെ ഞാൻ മോളൂടെ അകത്ത് കയറി സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് മേളിലോട്ടായിരുന്നു പോകേണ്ടത്. അങ്ങനെ മേളിൽ ചെന്ന് പിന്നെ മേളിൽ പോകുന്നതിന് മുന്നേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് അച്ഛനും അമ്മയും കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലി ഒരു വല്ലാത്തൊരു സമയമായി നമ്മൾ പോകുന്നതെന്ന് പറയുന്നത്. കുഞ്ഞ് കുറച്ച് നേരം ഇച്ചിരി നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ആ തിരിച്ചച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പോകണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോന്നൊക്കെ പറഞ്ഞ ആളെ ഒന്ന് എങ്ങനെയൊക്കെ പിടിച്ച് നിർത്തി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെയുള്ള ആ ചേട്ടനും വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കയറേണ്ട സമയമായി. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് നിൽക്കും കേട്ടോ കയറാൻ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളും ഫ്ലൈറ്റിലൊക്കെ കയറി. പിന്നെ വെളുപ്പിനുള്ളൊരു ഫ്ലൈറ്റ് ആയതുകൊണ്ടും പിന്നെ അത് കണക്ക് തന്നെ നമുക്ക് ഈ ഉറങ്ങാതിരുന്നിട്ടുള്ള ആ ഒരു ഇതും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ കയറി ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് നേരം ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ചൊന്ന് എഴുന്നേറ്റു. പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ മോളും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നേരം ആൾ ഉണർന്നിരുന്നു, ഇതെല്ലാം കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് ഉറക്കി. പിന്നെ ഞാനും കുറച്ച് നേരം ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു നേരമൊക്കെ വെളുത്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഒരു വിൻഡോ സീറ്റിൽ കൂടെ ഇതിങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നേ. അപ്പം നമുക്ക് ബാംഗ്ലൂരായിരുന്നു കേട്ടോ വന്ന് ഇറങ്ങേണ്ടുന്ന സ്ഥലം. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ അടുത്ത ഫ്ലൈറ്റ് ഒരു 9 മണിക്കേ ഉള്ളായിരുന്നു. അപ്പം ആ ഒരു ടൈം വരെ നമ്മൾ കുറച്ച് പാടായിരുന്നു എനിക്ക്. കാര്യം മോള് അങ്ങ് ഉറങ്ങിയിരുന്നത്. പിന്നെ ഞാൻ തോളത്തിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ചേട്ടനുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു കേട്ടോ. ഒരു ബാഗും കൂടെ എക്സ്ട്രാ ഒക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പം ഞാനും ഒരെണ്ണം ആ ചേട്ടൻ്റെ കയ്യിൽ ഒരെണ്ണം കൊടുത്തിട്ടായിരുന്നു വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം ബാംഗ്ലൂരിലിരുന്നു. അധികം നേരം ഇരിക്കണ്ടായിരുന്നു, കുറച്ച് നേരമേ ഉള്ളായിരുന്നു.
അപ്പോഴത്തേക്കും പിന്നെ അടുത്തൊരു ഫ്ലൈറ്റിൻ്റെ ടൈമായി. അതുവരെ അടുത്തൊരു ഫ്ലൈറ്റ് കയറുന്നതും വരെ കുഞ്ഞ് ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ആളെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്യിപ്പിക്കാനൊക്കെ കൊണ്ടുപോയി. പക്ഷേ എന്നാലും ഇല്ല, രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതിൻ്റെ ഒരു ക്ഷീണം കുഞ്ഞിനുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ആളെ ഒന്ന് എഴുന്നേൽപ്പിച്ചു കേട്ടോ, കാര്യം കൊണ്ട് നടന്നു പോകാനായിട്ട്. അങ്ങനെ പിന്നെ അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറുക. അത് കറക്റ്റ് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എടുക്കുമായിരുന്നു. നമ്മളൊരു 8:45 വെച്ചിട്ട് ഫ്ലൈറ്റ് കയറിയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ പോകണം, എൻ്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞൊക്കെ ഭയങ്കര ഒരു ബഹളമായിരുന്നു. പിന്നെ ഒരുവിധമൊക്കെ ആളെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച് ഇരുത്തിയേക്കുവാണ് ഞാൻ. പിന്നെ കുറച്ച് നേരം ആൾക്ക് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ നേരം അത് അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ ഉറങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എത്തി. നമ്മൾ അഗർത്തലയിൽ എത്താറായായിരുന്നു. അപ്പോൾ ആ ഒരു വ്യൂ ആണ് കേട്ടോ, നമ്മൾ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു വ്യൂ ആയത്. അപ്പോൾ അതാണ്ട് ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. എനിക്ക് അത്ര നല്ലപോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയാട്ടോ ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് ഒരു ഷേക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഇനി ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കണം. ഹസ്ബൻഡ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വീട്ടിലെല്ലാം വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ എത്തിയെന്ന്. ഞാൻ ബാംഗ്ലൂർ എത്തി. അടുത്ത ഫ്ലൈറ്റ്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് അടുത്ത കയറുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ലഗേജ് വരുന്ന നോക്കി നിൽക്കുക. അപ്പോൾ ലഗേജ് വന്നതെല്ലാം നാണ്ട് എടുത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് പിന്നെ നാണ്ട് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വെളിയിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോയിലോ അല്ലെങ്കിൽ ടാക്സി അങ്ങനെ എല്ലാം കിട്ടും. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോയിൽ പോകേണ്ട ഇതേ ഉള്ളൂ. ഒരു 1/4 മണിക്കൂറോളം ഉള്ള ഒരു ദൂരമുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് വെളിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 കൂട്ടരുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ 2 ഓട്ടോയിലായിട്ടാണ് പോയത്. എൻ്റെ കയ്യിൽ കുറച്ച് തോനെ ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് ഒരെണ്ണത്തിൽ പോകണമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു 3/4 മണിക്കൂറോളം ഉണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട്. അപ്പം നമ്മൾ ദാണ്ടെ ത്രിപുര എത്തി. ത്രിപുരയിലോട്ട് നമ്മുടെ ക്വാർട്ടറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 മാസത്തോളമായി ഞങ്ങൾ വന്ന്, 1 മാസം കഴിഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ വരുന്നത്. അപ്പോൾ ഇവിടെ നിറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നപ്പം വലിയൊരു കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒരുവിധം മാറി വരുന്നു, വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ഇടവിട്ടുള്ളൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദാണ്ടെ ക്യാമ്പിനകത്ത് കയറി. ഇനി ഞങ്ങൾ ദാണ്ടെ ഞങ്ങളുടെ ക്വാർട്ടറിലോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.